ഇങ്ങനെ സ്നേഹിച്ചും ഭിന്നിച്ചും വഴക്കടിച്ചും വേർപിരിഞ്ഞു പോകണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ കൂടിയിട്ട് ഞാൻ ആലോചിച്ചത് ഇന്ത്യയിൽ റോജിയിരിക്കുമ്പോൾ അത് പറയാൻ പ്രത്യേകിച്ച് എനിക്ക് സങ്കോചമൊന്നുമില്ല. ഈ കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനം അതിൻ്റെ ആഭ്യന്തരമായ ശൈഥില്യം കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ വേർപിരിഞ്ഞ് പോകുന്ന നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. ചാക്കോച്ച സഖാവും ഞാനൊക്കെ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഈ ബൂർഷ്വാ സംവിധാനത്തിന് ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റും. അതിന് ആഭ്യന്തരമായ നിരവധി സംഘർഷങ്ങൾ ഉണ്ടാകും. അത് ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ബദൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബദൽ ഉണ്ടാകുന്നതാണ് നമ്മളൊക്കെ അന്ന് സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ വ്യാമോഹിച്ചത് എന്ന് പറയാം. പക്ഷെ അതല്ല ഉണ്ടായത്. എന്താണ് ഉണ്ടായത്? നമ്മളിവിടെ ആമുഖമായിട്ട് വായിച്ച കവിതയിൽ കേട്ടു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതം എന്താണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് DRനെ പോലുള്ള ആളുകളുടെ പ്രസക്തി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് ഒരു സോഷ്യലിസ്റ്റ് സ്വർഗം ഉണ്ടാകും എന്ന് സങ്കല്പിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലാതെ ഈ രംഗത്തേക്ക് വരികയും വളരെയധികം ത്യാഗങ്ങൾ അനുഭവിക്കും. അതെല്ലാം കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും നേടാൻ കഴിയാതെ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട് പോയ ഒരു വ്യക്തി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ AP കുര്യൻ്റെ 25ാം ചരമവാർഷികം ആചരിക്കുന്ന തിരക്കിലാണ് അംഗമായി അല്ലേ. AP കുര്യൻ തന്നെ ഒരു 3 മാസം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗവലിക്കാർ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഞാനത് പറയുന്നില്ല. സംഭവിക്കുമായിരുന്നു എനിക്കറിയാം. അദ്ദേഹം അവസാന ദിവസങ്ങളിൽ എന്തുമാത്രം സംഘർഷം അനുഭവിച്ചു എന്നുള്ളത് വ്യക്തിപരമായിട്ട് അടുത്ത് നിന്ന് കാണാനുള്ള ആ ദൗർഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നതാണ് നമ്മുടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു പാർട്ടിക്കാരനല്ലെങ്കിലും സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച, വിശ്വസിച്ച, എല്ലാ രഹസ്യങ്ങളും പങ്കുവച്ച, അത്ര അടുത്തല്ലെങ്കിലും എനിക്കും അത് ഏതാണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ഇപ്പം നമ്മൾ ആ 25 കൊല്ലം മുമ്പത്തെ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞുപോയി. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ കൂടിയാണ് ഇന്നിപ്പോൾ പാർട്ടിയും പ്രസ്ഥാനവും കടന്നു പോകുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ DRനെ ഓർമ്മിക്കും. ഇത് അംഗമാലിക്കാർക്ക് വേണ്ടി മാത്രമല്ല. ഇത് ഒരു ഡോക്യുമെൻ്ററി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ DR എന്ന് വെച്ചാൽ അങ്കമാലിയുടെ ഒരു പ്രതിഭാസമല്ല. ഇതുപോലെ നിരവധി ആളുകൾ, ഇപ്പോൾ CK കുമാരൻ്റെ കാര്യം പറയും, AP കുര്യൻ്റെ കാര്യം പറയും, ചാക്കോച്ച സഖാവ് പറയും. AP കുര്യൻ്റെ സത്യസന്ധ കൃത്യമായൊരു ജീവചരിത്രം പോലും അങ്കമാലിയല്ല മലയാളത്തിലുണ്ടായി. അങ്ങനെ എത്രയോ ആളുകൾ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് പ്രവർത്തിച്ചു, അനുഭാവികളായിട്ട് പ്രവർത്തിച്ചു, അനുയായികളായിട്ട് പ്രവർത്തിച്ചു. ഇതിൻ്റെ മുന്നേറ്റത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പിന്തിരിഞ്ഞു പോയ ആൾ. ഇപ്പോൾ DRനെ പറ്റി തന്നെ പറഞ്ഞ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഏതാണ്ട് 25 കൊടുത്തു. പിന്നെയും അദ്ദേഹം 24 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു. അപ്പോഴും അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയാലും പാർട്ടി അദ്ദേഹം പുറത്താക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായി, അവസാന ശ്വാസം വരെ അതുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ആളുകളുടെ ഓർമ്മ പുതുക്കാനുള്ള ഒരു സാഹചര്യമാണ്, സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സാഹചര്യം ഈ ഉദ്യമത്തിന് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ആശംസിക്കുന്നു. DRുമായിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ടായിരുന്ന, അദ്ദേഹത്തെ സ്നേഹിച്ച, അദ്ദേഹത്താലും സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയുന്നവരിക്കുന്ന എല്ലാ ആളുകളും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇത് എക്കാലത്തെയും ഓർമ്മിക്കപ്പെടാവുന്ന ഒരു നല്ല സംഭവമായിട്ട് മാറട്ടെ എന്ന് മാത്രം എൻ്റെ ആശംസ പങ്കുവെക്കും. എല്ലാവർക്കും നന്ദി.